കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, പോരാട്ടം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പോരാട്ടത്തിന്റെ സ്വഭാവം എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 100 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ ഈ 100 ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ആരോഗ്യകരമായ പോരാട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് അനാരോഗ്യകരമായ പോരാട്ടമാകുമോ, അതൊരു വൈരാഗ്യ ബുദ്ധിയോടുള്ള പോരാട്ടമാകുമോ എന്നുള്ളതൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തിരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ ഏതായാലും രണ്ട് മുന്നണികളും പ്രത്യേകിച്ച് CPM കോൺഗ്രസും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ബത്തേരിയിലെ സമ്മിറ്റിന് ശേഷം നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഒരു സെറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഫെബ്രുവരി ആകുമ്പോഴേക്കും മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകും. CPM സംബന്ധിച്ചാണെങ്കിൽ CPM കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. 15-ാം തീയതി വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലേക്ക് കടക്കുന്നു. ഈ രൂപത്തിൽ നേതാക്കൾ പ്രതികരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ BJPയുടെ കാര്യത്തിൽ BJPയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമാനമായ വിജയം ഉറപ്പുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അമിത്ഷാ ഈ മാസം തന്നെ കേരളത്തിലേക്ക് എത്തുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 34 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് BJPയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് BJP ഇവിടെ വളരാത്തതിന് കാരണം BJPയിലെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ തവണയും വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ചിത്രം നമ്മൾ കണ്ടെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴേക്ക് പോകുന്ന ചിത്രമാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ്? ഇപ്പോൾ ഒരു നേതാവ് മാറി പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ മറ്റു നേതാക്കൾ സഹകരിക്കുന്നുണ്ടോ എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ജയിച്ച, അതായത് ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചെടുത്ത കോർപ്പറേഷൻ്റെ സ്ഥിതി തന്നെ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. കോർപ്പറേഷനും ജയിച്ചു, മേയറുമായി, പക്ഷെ ഇപ്പോഴും നേതാക്കൾ തമ്മിലുള്ള സംഘർഷം നീങ്ങുന്നില്ല. അത് തുടരുക തന്നെ ചെയ്യും. അപ്പോൾ തിരുവനന്തപുരം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പുതിയ അധ്യക്ഷൻ വന്ന ശേഷം തിരുവനന്തപുരത്ത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ ഞാൻ മത്സരത്തിനേ ഇല്ല എന്ന് K. സുരേന്ദ്രൻ പറയുന്നു. അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വേറെയും ചില BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് BJPയെ സംബന്ധിച്ച് വളരുന്നതിനോട് തടസ്സമാകുന്നത്. അല്ലാതെ BJPയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ വിഭാഗം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഇനി CPMുമായി ബന്ധപ്പെട്ടാണെങ്കിൽ CPM എടുത്തിരിക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ CPM സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വികസനങ്ങൾ ഈ 10 വർഷം നടപ്പാക്കിയിരിക്കുന്ന വികസന പദ്ധതികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയുമ്പോഴും അതിലപ്പുറമുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായി നമ്മൾ പ്രചാരണത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ തൊട്ട് നമ്മൾ കേൾക്കുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേൾക്കുന്ന പ്രചാരണ രീതിയിൽ വന്നിരിക്കുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, BJP നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്ക് CPM നേതാക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ധ്രുവീകരണത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറുന്നു. ഈ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരായിരുന്ന, അല്ലെങ്കിൽ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന പ്രസംഗങ്ങളിൽ അതിലൂന്നിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി പോലും പിന്നീട് നേരെ തിരിയുന്ന കാര്യമാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും ആ പ്രചാരണം കണ്ടു. ഇവിടെ തുലോം തുച്ഛമായ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാം നിശ്ചയിക്കുക എന്ന്. ഇനിയിപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ, UDF വിജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമെന്ന് വരെ മുതിർന്ന CPM നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് ഒരു പ്രതികരണം നടത്തുമ്പോൾ, അത് ജമാഅത്തെ ഇസ്ലാമിയെ വലുതാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ന്യൂനപക്ഷം അതെങ്ങനെയാണ് അതിനെ കേൾക്കുന്നത്? തിരിച്ച് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ, വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പ്രസംഗങ്ങളോട് CPM എടുത്തിരിക്കുന്ന നിലപാട്, അതെങ്ങനെയാണ് ജനങ്ങൾ, ന്യൂനപക്ഷം എടുത്തിരിക്കുന്നത്? ന്യൂനപക്ഷം മാത്രമല്ല, ഇവിടെ മതനിരപേക്ഷമായിരിക്കുന്ന സമൂഹം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ CPMൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം നഷ്ടപ്പെട്ടത് ഭൂരിപക്ഷ വോട്ടാണ്. അത് തിരിച്ചുപിടിക്കാൻ എടുക്കുന്ന തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമായ തന്ത്രങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണോ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചില നേതാക്കളിൽ നിന്നെങ്കിലും നമ്മൾ കേട്ടത്? അല്ല. കാരണം മുന്നണിയെപ്പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യത്തിന് നമ്മൾ കേട്ടതാണ്. വെള്ളാപ്പള്ളി എങ്ങനെ തള്ളുന്നു, വെള്ളാപ്പള്ളി നൽകിയ സഹായം വെള്ളാപ്പള്ളി ഒരു വശത്ത് പറയുന്നു. അപ്പോൾ അതൊരു 3 ലക്ഷമാണ്. ആ 3 ലക്ഷം തന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ബിനോയ് വിശ്വം പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് ഈ LDFനാകെ തുകയെ നോക്കുമ്പോൾ ഈ പ്രതികരണങ്ങൾ എങ്ങനെയാണത് പ്രതിഫലിക്കുക എന്നുള്ള പ്രധാനമാണ്. തിരിച്ച് അപ്പുറത്ത് ഞങ്ങൾ ഡൗൺ ടു എർത്ത് ആയിരിക്കുമെന്ന നേതാക്കൾ, UDFിലെ നേതാക്കൾ പറയുന്നു, ഞങ്ങളിതാ പ്രവർത്തിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നു. 2021
2021 CPM അല്ല 2025 ഉള്ള CPM, 2021 കണ്ട കോൺഗ്രസ് അല്ല 2025 കോൺഗ്രസ് എന്നുള്ള പ്രധാനമാണ്. 2021 ഇവിടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് വിജയത്തിലേറാം എന്ന്, വളരെ ഈസിയായി ജയിച്ചു പോകാം എന്ന് പ്രതിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് നേരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ 2025 ആകുമ്പോഴേക്കും ആ പാഠം പഠിച്ചതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം കണ്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ പുറമേക്ക് നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നുകിൽ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നു, നമ്മൾ ആ ബൈറ്റുകളിലേക്ക് പോകുന്നു, അതിൽ വിവാദങ്ങൾ തിരയുന്നു, ആ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉറപ്പായിട്ടും. അതാണ് കോൺഗ്രസ് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് വളരെ നിശബ്ദമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് പുറമേക്ക് നോക്കുമ്പോൾ ആ പ്രവർത്തനം കാണില്ല, പക്ഷേ അവൾ വളരെ അടിത്തട്ടിൽ ആ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതാണ് ചിത്രം. ആ ചിത്രം നമ്മൾ കണ്ടില്ല. ബൂത്ത് തലത്തിലടക്കം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി തന്നെ ചില നേതാക്കൾക്ക്, ഓരോ ജില്ലയ്ക്കും നേതാക്കൾക്ക് ചുമതലകൾ നൽകിക്കൊണ്ട് ആ ചുമതല നിർവഹിക്കാത്ത നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. ഉറപ്പായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ രൂപത്തിലേക്ക് അവർ നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിജയിച്ച ഫോർമുലയുമായി മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ച് ഇത് നേരത്തെയുള്ള ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും പുറകോട്ട് പോയോ എന്ന് അവർ തന്നെ സംശയിക്കേണ്ടത് ഉണ്ട്. കാരണം ഒരു പരാജയം മണക്കുന്ന ഒരു സാഹചര്യം കൃത്യമായി അവർക്ക് മനസ്സിലാകും താഴെത്തട്ടിൽ നിന്ന്. അത് പക്ഷേ ഇത്തവണ അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള. അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിജയമാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും പഠിക്കാനും തിരുത്താനുമുള്ള സമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അവിടെ നിൽക്കുന്നു. എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിന്റെ മുദ്രാവാക്യമായി കടക്ക് പുറത്ത് എന്നൊരു മുദ്രാവാക്യം കാണുന്നുണ്ട്. ആ മുദ്രാവാക്യവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരാണ് കടക്ക് പുറത്താവുക എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. കാരണം ഒരു ധാർഷ്ട്യത്തിന് മറുപടി നൽകാൻ കാത്തിരിക്കുന്ന ജനത്തിന് മറ്റൊരു ധാർഷ്ട്യത്തെ ഇനി സ്വീകരിക്കേണ്ട കാര്യമില്ല. ധാർഷ്ട്യത്തിന് പകരം മറ്റൊരു ധാർഷ്ട്യത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ ഭാഷയായി മാറുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ വാക്കായി മാറുന്ന, പ്രതികരണമായി മാറുന്ന ഒരു നേതാവിനെ മതി. അതിലപ്പുറമുള്ള അഹങ്കാരത്തിൻ്റെ ഭാഷ ഈ ജനം തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വിനയത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കടക്ക് പുറത്ത് എന്നതാണ് നിങ്ങളുടെ മുദ്രാവാക്യമെങ്കിൽ അത് തുടക്കത്തിലേ തെറ്റിയെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Meet the editors.